സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല വെബ് സീരീസ് ആണ്, സിനിമ മോഡലിൽ വെബ് സീരീസ് ആണ്. പക്ഷെ നിങ്ങൾ ശരിക്കും കരയും പടം കണ്ടു കഴിഞ്ഞാൽ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ. ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമാ സംവിധായകരാകാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീക്കുട്ടുന്ന ഒരു കഥാപാത്രത്തിന്റെ അത് ആ വ്യക്തിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു നേർ കാഴ്ചയാണ്. ഇപ്പൊ ചതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ പോലും വിഷ്ണു കൊച്ചുകാർ അഭിനയിച്ചു. അപ്പൊ അതേപോലെ വേറെ കാര്യം കേട്ടോ, നിങ്ങൾ മെഗാ സീരിയലൊക്കെ കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസാനം ഉണ്ടാവും. പക്ഷെ ഇത് അവസാനമില്ല. ഉണ്ട്, ഇല്ലില്ല, ഇത് അവസാനമില്ല. നമ്മൾ അങ്ങനെ പറയണം. കാരണം ഇത് കഴിയുമ്പോൾ അടുത്ത വീണ്ടും വരികയാണ്. പിന്നെ ഏറ്റവും അവസാനം പെരേരയുടെ മോനാണ് ഇത് ഡയറക്ട് ചെയ്ത്, പെരേരയുടെ മോന്റെ മോൻ ഡയറക്ട് ചെയ്ത് അങ്ങനെ 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 കാലാന്നോ അല്ല കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അപ്പൊ അത് പറഞ്ഞു വന്നപ്പോഴാണ് പെരേരയ്ക്ക് ഒരു കല്യാണം ഉറച്ചിരിക്കുകയാണ്. അത് നിങ്ങളാരും അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഉടനെ ഒരു വിവാഹം ഉണ്ടാവൂല്ലേ? അത് പൊട്ടിക്കണ്ടേ? പക്ഷെ വേറൊന്നുമല്ല, അത് എവിടെ നിന്ന് പെണ്ണ് കിട്ടിയെന്നുള്ള കാര്യം ഞങ്ങളൊന്ന് വെളിപ്പെടുത്തുവാണ്. ഈ എവിടെ സ്ഥലം? ജയ്പൂർ. അവിടെ മുംബൈ അല്ല, വേറെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്. അവിടെ എന്നെ സംബന്ധം അറിയാം. സോഷ്യൽ മീഡിയ ഇല്ല, ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികൾ പെരേരയുടെ പ്രകടനം കാണുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഒരു പെൺകുട്ടി വരുന്നത്. കേരളത്തിൽ നിന്ന് കിട്ടിയില്ല, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയില്ല. കിട്ടാത്ത ഞാൻ പറയാം, കേരളത്തിലെ പ്രശ്നം ഞാൻ പറയാം. കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. പണ്ടേ അവർക്ക് സെറ്റാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അല്ലാണ്ട് അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. അങ്ങനെ അത് മറ്റേ നമ്മുടെ എന്താ പറയാ മണിക്കൂട്ടിന്റെ ബോയ്